ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 17-ാം ഞായർ. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം വെളിവാക്കുന്ന ബൈബിൾ ഭാഗങ്ങളാണ് ഇന്നത്തെ വായനകളിലുള്ളത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പങ്കുവയ്ക്കലിലൂടെ മനുഷ്യൻ്റെ വിശപ്പിനെ അടക്കുന്ന എലീശ പ്രവാചകനാണ്. ഒരാൾ തനിക്ക് 20 ബാർലിയപ്പം കൊണ്ട് തന്നപ്പോൾ അത് അദ്ദേഹം തന്നെ കഴിക്കാതെ അത് പങ്കുവയ്ക്കുവാനായിട്ട് ആവശ്യപ്പെടുക. 100 പേരോളം അവിടെ ഉണ്ടായിരുന്നു. അവർക്കത് പങ്കുവച്ചു. എല്ലാവർക്കും തൃപ്തി വന്നു എന്ന് മാത്രമല്ല, മിച്ചവും വന്നു എന്ന് അവിടെ പറയുക. ഇന്നത്തെ സുവിശേഷത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഒന്നാമത്തെ വായന. അവിടെ ആ മനുഷ്യൻ 20 ബാർലിയപ്പം കൊടുത്തുവെങ്കിൽ ഇവിടെ ആ പിഞ്ചു ബാലൻ 5 അപ്പം കൊടുക്കുക കർത്താവിന്. എന്നിട്ടത് പങ്കുവയ്ക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ അത് 5000 പേര്, 100 പേരല്ല, 5000 പേർക്ക് സംതൃപ്തി വരുത്തിയെന്ന് മാത്രമല്ല, മിച്ചവും വന്നു. 12 കൊട്ട നിറയെ മിച്ചം വന്നു എന്ന് പറയാം. ഓരോ ശിഷ്യന്മാർക്കും എടുപ്പത് ഓരോ കൊട്ട നിറച്ച അപ്പം അവിടെ ബാക്കി വന്നു എന്ന് പറയുകയാണ്. മനുഷ്യൻ്റെ ദാഹവും വിശപ്പും തിരിച്ചറിയുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, അതിന് അവിടുന്ന് പരിഹാരം ഏകാൻ സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചല്ല. പഴയ നിയമത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മന്ന തന്നെയായിട്ട് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവിടുന്ന് മനുഷ്യർക്ക് അപ്പം കൊടുക്കുന്നത് മറ്റ് മനുഷ്യരിലൂടെയാണ്. പങ്കുവയ്ക്കുന്ന ആ പാഠം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അത് പങ്കുവയ്ക്കുവാൻ കൂടെയാണ് എന്നുള്ള ഒരു ടീച്ചിങ്, ഒരു പ്രബോധനം കർത്താവ് നമുക്ക് ഏകുമ്പോൾ രൂപത്തിൽ ലോകത്തിലെ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു പരിഹാരമാണ് അവിടെ വരുന്നത്. ആൾക്കാരൊന്ന് ഒത്തിരി വിശന്നും ദാഹിച്ചും കഴിയുന്നുണ്ട്. ഒത്തിരി പട്ടിണിയുണ്ട്, ഇല്ലായ്മകളുണ്ട്, ഒത്തിരി ആസക്തികളുണ്ട്, ദാഹങ്ങൾ, രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ഈശോ കടന്നു വരിക, രക്ഷകനായി കടന്നു വരിക. രക്ഷയുടെ മാർഗം നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല, രക്ഷയുടെ അനുഭവം നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നുണ്ട്. താൻ തന്നെയാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞിട്ടാണ് ഈശോ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കമാണ് പ്രിയപ്പെട്ടവരെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പൊറ്റിയ അത്ഭുതം. ആ അത്ഭുതം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഒരു രൂപത്തിൽ അത് വായിച്ച് കേൾക്കേണ്ടിയിരുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ സുവിശേഷ ഭാഗം കഴിഞ്ഞ് ഉടനെ വരുന്നത് ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പൊറ്റിയ അത്ഭുതമാണ്. പക്ഷേ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് എടുത്തത്. ഈ 17-ാമത്തെ ഞായറാഴ്ച തുടങ്ങി 21-ാമത്തെ ഞായറാഴ്ച വരെ 5 ആഴ്ചകളിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഈ അത്ഭുതത്തിൽ തുടങ്ങുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പൊറ്റുന്ന അത്ഭുതത്തിൽ തുടങ്ങുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായമാണ്. അത് ദിവ്യകുർബാനയെക്കുറിച്ച് ഉള്ള വലിയ പ്രബോധനമാണ് നമുക്കവിടെ ലഭിക്കുക. ദിവ്യകുർബാനയുടെ അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. അതാണ് നമ്മൾ ഈ 5 ആഴ്ചകളിലൂടെ കേൾക്കുക. അവിടെ ഈശോ ആൾക്കാർക്ക് അപ്പം കൊടുക്കുന്നത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം താനാണെന്ന് പറയുന്നത്, താനാകുന്ന അപ്പത്തെ, തൻ്റെ ശരീരത്തെയും രക്തത്തെയും മനുഷ്യർ ഭക്ഷിക്കുമ്പോഴാണ് അവർക്ക് ജീവൻ ലഭിക്കുക എന്ന് വെളിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കയിലെ സഭയിൽ വലിയൊരു സംഭവം പൂർത്തീകരിക്കപ്പെട്ടു. ദിവ്യകാരുണ്യ കോൺഗ്രസ്സാണ്. ദിവ്യകാരുണ്യത്തിലൂടെ അങ്ങനെ നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടാമെന്നും ആ ദിവ്യകുർബാനയിലൂടെ എങ്ങനെ കർത്താവിൻ്റെ ചൈതന്യവും മനോഭാവവും ജീവിത രീതിയും എല്ലാം ഉൾക്കൊള്ളാമെന്നും ആ ദിവ്യകുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മൾ കർത്താവിൻ്റെ പ്രേക്ഷിതരായി മാറുമെന്നും എല്ലാം ഒരു രൂപത്തിൽ വലിയ ബോധ്യങ്ങൾ ഏകുന്ന പ്രബോധനങ്ങളും അനുഭവങ്ങളുമാണ് അവിടെ നൽകപ്പെട്ടത്. ദിവ്യകുർബാന നമുക്കറിയാം,
അത് നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവും അതേപോലെ മകുടവുമാണ്. ദിവ്യകുർബാനയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു രൂപത്തിൽ വരിക, കർത്താവിൻ്റെ സന്ദേശവുമായി, കർത്താവിൻ്റെ ആത്മാവിനെ പകരുന്നവരായി, കർത്താവിൻ്റെ സ്നേഹം പകരുന്നവരായി, കർത്താവിൻ്റെ രക്ഷ പകരുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നമ്മൾ അങ്ങനെ തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഐക്യത്തിൻ്റെ കാര്യമാണ്. കർത്താവ് ഈ ആൾക്കാരെ ഇങ്ങനെ നിരനിരയായി ഇരുത്താനായിട്ട് ആവശ്യപ്പെടുക. ഒരു ജനക്കൂട്ടത്തെ കൂട്ടായ്മയാക്കി, കൂട്ടായ്മകളുടെ കൂട്ടായ്മയാക്കുന്ന അനുഭവത്തിലേക്ക്, ആ അനുഭവത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്ന ആ അത്ഭുതത്തിൻ്റെ നിറവേറൽ കാണുവാനായിട്ട് സാധിക്കുക. കൂട്ടത്തിൽ ആർക്കും ഒന്നും തികയത്തില്ല. കൂട്ടായ്മയിലോ എല്ലാം തികയുന്നു മാത്രമല്ല, പങ്കുവയ്ക്കുവാനും കൂടെ തയ്യാറാകുക. പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയാക്കി കർത്താവ് ആ ജനക്കൂട്ടത്തെ മാറ്റിയപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ആ വലിയ അത്ഭുതം അവിടെ നടക്കുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പം 2ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഈ ഐക്യത്തെക്കുറിച്ച്. നമുക്കൊരു കർത്താവാ, ഒരു ദൈവമാ, ഒരു വിശ്വാസമാണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ക്രിസ്തുവിൽ ഐക്യപ്പെടണം, കൂട്ടായ്മയായി മാറണം എന്ന് അവിടെ വെളിപ്പെടുക. നമുക്കറിയാമല്ലോ, ദിവ്യകുർബാനയാണ് ഏറ്റവും വലിയ കൂട്ടായ്മ. അവിടെ മനുഷ്യവർഗം മുഴുവനും, ഇന്നലെ ജീവിച്ചിരുന്നവർ, നാളെ ജീവിക്കാൻ പോകുന്നവർ, ഇന്ന് ലോകത്തിലെങ്ങുമുള്ളവരെല്ലാം അവിടെ ഒരുമിച്ച് കൂടുക. സ്വർഗത്തിലെ മാലാഖമാരും അതേപോലെ വിശുദ്ധരും അവിടെ ഒരുമിച്ച് കൂടുക. പ്രപഞ്ചം പോലും അവിടെ ഒരുമിച്ച് കൂടുക. ദൈവത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദിവ്യ കുർബാന. ആ രീതിയിൽ കൂട്ടായ്മയുടെ വലിയ സന്ദേശം നമുക്കിന്ന് ലഭിക്കുന്നു. 2ാമത് നമുക്ക് ലഭിക്കുന്ന സന്ദേശം രൂപത്തിൽ ഈശോയുടെ ആ ഒരു മനോഭാവമാണ്. എന്താണെന്നറിയാവോ? മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ടറിയുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുക. തൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുന്ന ജനത്തെ നോക്കി അവരുടെ വിഷമത കണ്ട് അവരെ പഠിപ്പിക്കുന്ന കർത്താവുണ്ട്. കാരണം അവർക്ക് ആ കർത്താവിൻ്റെ പ്രബോധനം ആവശ്യമായിരുന്നു, സ്നേഹത്തിൻ്റെ സന്ദേശമായിരുന്നു ആവശ്യമായിരുന്നു. അതുകൂടാതെ അവർക്ക് വിശക്കുന്നുണ്ട്, ശാരീരികമായി പോലെയുള്ള വിശപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും സംതൃപ്തിയേകുന്ന കർത്താവാണ്. നമ്മുടെ എല്ലാ തലത്തിലും രക്ഷയുടെ അനുഭവം പകരുന്ന കർത്താവാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ മനുഷ്യർക്ക് ആ അപ്പം കൊടുക്കുവാനായിട്ട്, അവരെല്ലാം വിശന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. എന്നിട്ട് അതിൻ്റെ പരിഹാരം കർത്താവ് നോക്കുക. അതാണ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നതൊക്കെ, അന്ത്രയോസ് ആ പിഞ്ചുപാലിനെ കൊണ്ടുവരുന്നതൊക്കെ അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, ആ പിഞ്ചുപാലിൻ്റെ മനോഭാവം ഒന്ന് നോക്കുക. തനിക്ക് വേണ്ടി തൻ്റെ അമ്മ പൊതിഞ്ഞു തന്ന 5 അപ്പവേ ഉള്ളൂ, 2 മീനും. അത് കർത്താവിന് ആവശ്യമാണ് എന്ന് കേട്ടപ്പോൾ ഉടനെ അവൻ മുഴുവനും കർത്താവിന് കൊടുക്കുക, മുഴുവനും കൊടുക്കുക കർത്താവിന്. ആ കൊടുക്കലിൻ്റെ ഒരു മനോഭാവം, എനിക്കുള്ളത് എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് എനിക്ക് തരുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, അത് വേറെ ആർക്കോ കൂടെ കൊടുക്കുവാനാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരെല്ലാം തീറ്റിപ്പോറ്റുന്നുണ്ട്. തീറ്റിപ്പോറ്റി കഴിഞ്ഞിട്ടോ അവിടെ കർത്താവ് പ്രിയപ്പെട്ടവരെ അവിടെ ഈ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഒന്നും വേസ്റ്റ് ചെയ്യാതെ എല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ അവശത അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താ? പങ്കുവയ്ക്കാതിരിക്കുക. മറ്റുള്ളവർക്കുള്ളത് പോലും തങ്ങളുടേതായി പങ്കുവെച്ച് ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു മനോഭാവത്തിൽ, ഒരു സ്വാർത്ഥതയുടെ മനോഭാവത്തിൽ, ഒരു അഹങ്കാരത്തിൻ്റെ മനോഭാവത്തിൽ പ്രിയപ്പെട്ടവരെ മറ്റ് മനുഷ്യർക്കൊക്കെ വിഷമത വരിക. പങ്കുവയ്ക്കുന്നൊരു മനോഭാവം വരണം, നമുക്ക് കൊടുക്കുന്നൊരു മനോഭാവം നമുക്ക് വരണം. ഇന്നത്തെ ലോകത്തിൽ ഇല്ലായ്മയുടെ 2ാമത്തെ ഒരു കാരണമുണ്ട്. അപ്പം 1ാമത്തെ കാരണം ഇതാണ്, തങ്ങൾക്ക് വേണ്ടതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്, ഹോർഡിങ് മെൻറ്റാലിറ്റി. 2ാമത്തെ പ്രശ്നം എന്നറിയാവോ? ഒത്തിരി കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ
ഒരു സദ്യക്ക് പോയാൽ തന്നെയും നമുക്ക് തിന്നാവുന്നതിലും കൂടുതൽ ആഹാരം നമ്മൾ അങ്ങോട്ട് എടുക്കുക. അപ്പോഴേക്കും എന്ത് പറ്റുന്നു? കുറേ വേസ്റ്റ് ചെയ്യേണ്ടി വരിക. അങ്ങനെ വേസ്റ്റ് ചെയ്യരുത് എന്ന് കർത്താവ് പ്രത്യേകം ആവശ്യപ്പെടുക. കാരണം നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നത് വേറെ ആർക്കോ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് അവരെ കണ്ടറിഞ്ഞ് അവർക്ക് കൊടുക്കുവാൻ, അവരുമായി പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുക. അപ്പോഴാണ് നമ്മുടെ ലോകം തന്നെ സ്വർഗരാജ്യമായി പരിവർത്തനപ്പെടുക. അപ്പോൾ ഈ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകേണ്ട മനോഭാവങ്ങൾ, ഒന്ന്, നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു ബോധം വേണം. നമ്മൾ ഓരോരുത്തരും തനിമയുള്ള വ്യക്തികളാണ്. പരിശുദ്ധ ത്രിത്വത്തിൽ എന്നതുപോലെ സ്നേഹത്തിൻ്റെ തികവിൽ ഒരേ കൂട്ടായ്മയാകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ കൂട്ടായ്മയുണ്ട്, കുടുംബ കൂട്ടായ്മകളുണ്ട്, ഇടവകയിലെ കൂട്ടായ്മയുണ്ട്, രൂപതയിലെ കൂട്ടായ്മയുണ്ട്, സാർവത്രിക സഭയിലെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രശ്നത്തിനും പരിഹാരം ഒരു വിധത്തിൽ ദൈവം നമ്മളെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു വിത്ത് പോലെ നമ്മളെല്ലാം സ്വർഗരാജ്യത്തെ വിത്തിനോട് കർത്താവ് ഉപമിക്കുന്നുണ്ടല്ലോ. നമ്മുടെയൊക്കെ ഉള്ളിൽ വിത്ത് പോലെ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് എന്ത് വേണമെന്നറിയാവോ? നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകണം. നമ്മിലുള്ള ആ കടുകുമണി പോലെയുള്ള ആ വിത്തിനെ മുളപ്പിച്ച് വളർത്തി ഫലം കായ്ച്ച് മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുന്നവരായി നമ്മൾ മാറണം. ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു വിധത്തിൽ അവരുടെ വിഷമത പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. നമുക്ക് കൂടുതൽ കിട്ടുമ്പോൾ നമ്മുടെ ജീവിത രീതിയെ ഉയർത്തുക എന്നതല്ല, പിന്നെയോ നമ്മുടെ കൊടുക്കലിനെ ഒന്ന് ഉയർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വ്യയം ചെയ്യുന്നുണ്ട്. അതുമൂലം വേണ്ടതിനില്ലാതെ പോകുക. വേണ്ടാത്തതിന് ചെലവഴിക്കുമ്പോൾ വേണ്ടതിന് ഇല്ലാതെ പോകുക. അപ്പം വ്യയം ചെയ്യാതെ എല്ലാം ശേഖരിക്കുവാൻ എന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതാണ് ഇവിടെ വേസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വേസ്റ്റിങ് വരാതെ എല്ലാം ഒതുക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കാതെ പ്രിയപ്പെട്ടവരെ പങ്കുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതം നമ്മളിലൂടെ ഈ ലോകത്ത് നടക്കും. കർത്താവ് അപ്പത്തിൽ അത്ഭുതം ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് കർത്താവ് ആ അത്ഭുതം ചെയ്തത്. അവിടെ ആഹാരവുമായി വന്നത് ആ ഒരു പിഞ്ചുപാലൻ മാത്രമല്ലോ. ആ പിഞ്ചുപാലൻ കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെ കൊടുക്കലിൻ്റെ ഒരു പ്രചോദനം എല്ലാവർക്കും അവനിലൂടെ വന്നു. കാരണം കർത്താവ് അവൻ്റെ ആ അപ്പം സ്വീകരിച്ച് അത് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറായി. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരുവാൻ വന്നിരിക്കുക. കർത്താവിൻ്റെ പങ്കുവയ്ക്കലിനെ ആഘോഷിക്കുവാൻ കടന്നു വന്നിരിക്കുക. ആ കർത്താവിൻ്റെ പങ്കുവയ്ക്കലിലൂടെ കർത്താവ് ഏകുന്ന സംതൃപ്തി അനുഭവിച്ച് കർത്താവിൻ്റെ ദാനം സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ ദാനമായി കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തന്നെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ദാനമായി മാറ്റുവാൻ നമുക്കൊക്കെ ശ്രദ്ധിക്കാം. പിതാവിൻ്റെ ദാനമായി ഈശോ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ ഈശോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പമായി കടന്നു വരിക. അങ്ങനെ അപ്പമായി കടന്നു വരുന്ന ആ കർത്താവിനെ നമ്മുടെ ജീവിതം ആകുന്ന അപ്പം കൊണ്ട് നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകാം. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്കുള്ള അപ്പം ഈശോ എങ്ങനെ തന്നെ നമുക്ക് വേണ്ടിയുള്ള അപ്പമാക്കി മാറ്റിയോ അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്കുള്ള അപ്പമാക്കി മാറ്റാനായിട്ട് ശ്രദ്ധ വയ്ക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ച് കൂടി ദൈവം തരുന്ന ദാനങ്ങൾ നന്നായി സ്വീകരിച്ച്, നന്ദിയോടെ സ്വീകരിച്ച്, ഉദാരതയോടെ പ്രിയപ്പെട്ടവരെ പങ്കുവയ്ക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ കർത്താവിൻ്റെ ആ അനുഭവം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം ഏവർക്കും പകർന്നു കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.